നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരം ആർക്കായിരിക്കും എന്നുള്ളത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാണ്. കാരണം ചാമ്പ്യൻസ് ലീഗ് കഴിയുമ്പോൾ ബാലൻ ഡി ഓർ ഓസ്മാൻ ഡെമ്പലേക്ക് എന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് പലരും പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ലൂയിസ് എൻട്രിക്ക് തന്നെ പറഞ്ഞില്ലേ ബാലൻ ഡി ഓർ അദ്ദേഹമാണ് അർഹിക്കുന്നതെന്ന്. നേഷൻസ് ലീഗിൽ ഇപ്പോൾ യമാലിൻ്റെ ടീം വിജയിക്കും പലരും യമാലിനാണ് ബാലൻ ഡി ഓർ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെ RFEFൻ്റെ പ്രസിഡൻ്റൊക്കെ പറഞ്ഞു അദ്ദേഹമാണ് അത് അർഹിക്കുന്നത് എന്ന്. അപ്പോൾ ഈ രണ്ടു പേരുടെയും പെർഫോമൻസ് ഈ സീസണിൽ എങ്ങനെയുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 56 കളികളാണ് ഡെമ്പലെ ഈ ഒരു സീസണിൽ ഇതുവരെ കളിച്ചത്. ക്ലബിനും അതുപോലെ രാജ്യത്തിനുമായിട്ട് ഒരുമിച്ചുള്ള കണക്കാണ്. 61 കളികളായിരുന്നു ലാമിൻ യമാൽ കളിച്ചത്. ഡെമ്പലെ 35 ഗോളുകളും 13 അസിസ്റ്റുകളും നേടിയെങ്കിൽ ലാമിൻ യമാൽ 21 ഗോളുകളും 22 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. അതായത് ഗോൾ കോൺട്രിബ്യൂഷൻസ്, ഗോൾ പ്ലസ് അസിസ്റ്റ് ഡെമ്പലെയാണ് മുന്നിൽ. കുറഞ്ഞ കളികളിൽ നിന്ന് 48 ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് വന്നപ്പോൾ 43 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ലാമിൻ യമാലിൽ നിന്ന് വന്നത്. കുറഞ്ഞ കളി എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരുടെയും കളികളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യമാലിനേക്കാൾ 5 കളി കുറച്ചിട്ടാണ് ഡെമ്പലെ കളിച്ചത്. ഇനി ഓരോ ഗോൾ പാർട്ടിസിപ്പേഷന് വേണ്ടി വന്ന മിനിറ്റുകൾ നോക്കിയാൽ ഓരോ 80 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഡെമ്പലയുടെ ഭാഗത്ത് വന്നപ്പോൾ ഓരോ 117 മിനിറ്റിലുമാണ് ലാമിൻ യമാലിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ വന്നത്. ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ഡെമ്പലെ 22ഉം ലാമിൻ യമാൽ ഒരുപാട് മുന്നിലാണ് 42 എണ്ണവും. കീ പാസുകൾ ഡെമ്പലെ 131, യമാൽ 102. സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ ഡെമ്പലെ 84, ലാമിൻ യമാൽ 262. അത് കളിശൈലിയുടെ വ്യത്യാസം കൊണ്ടാണ്. ഡ്യുവൽസ് വിൻ ചെയ്ത് നോക്കിയാൽ 152 എണ്ണമാണ് ഡെമ്പലെയെങ്കിൽ 452 എണ്ണമാണ് ലാമിൻ യമാൽ. സോ വ്യത്യാസം വളരെ പ്രകടമാണ്. രണ്ടുപേരുടെയും ഇമ്പാക്റ്റ് അത് ഗോൾ കോൺട്രിബ്യൂഷൻ മറ്റുമൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിമുമാണ്. എന്നാൽ ഒരു വലിയ ട്രോഫി ഡെമ്പലെ അവിടെ നേടിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം ലീഗ് കിരീടവും മറ്റ് കിരീടങ്ങളും നേടിയിട്ടുമുണ്ട്. അതേസമയം ലാമിൻ യമാൽ ഇനി വെഫ ചാമ്പ്യൻസ് ലീഗ് മിസ്സിംഗ് ആണ്. എന്നാൽ ഇവരെ നേഷൻസ് ലീഗിൽ ഫൈനലിലേക്ക് എത്തി ഒരു കിരീട സാധ്യത അവിടെ ബാക്കിയുണ്ട്. ഡെമ്പലേക്ക് പക്ഷേ വീണ്ടും കളി ബാക്കിയുണ്ട്. യെസ്, അത് ക്ലബ്ബ് വേൾഡ് കപ്പാണ്. സോ ഈ രണ്ടുപേരും തമ്മിലുള്ള ബാലൻ ഡി ഓർ പോരാട്ടം മുറുകുകയാണ്. ആര് നേടും എന്നുള്ളത് ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി കഴിയുമ്പോഴേ ഏതാണ്ടൊരു ചിത്രം പൂർണ്ണമായിട്ടും വ്യക്തമാവുകയുള്ളൂ. നിലവിലെന്തായാലും ഡെമ്പലേക്കാണ് പലരും കൂടുതൽ സാധ്യതകൾ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.